നമസ്കാരം. ഇടിവെട്ടിയവനെ പാമ്പ് കടിച്ചു എന്നതാണ് ഇന്ന് കോൺഗ്രസിന്റെ അവസ്ഥ. ഒന്നിനു പുറകെ ഒന്നായി തീരാ തലവേദനകൾ കോൺഗ്രസ് നേതാക്കൾ തന്നെ ഉണ്ടാക്കുന്നുമുണ്ട്. അത്തരത്തിൽ കോൺഗ്രസിന് സ്ഥിരം തലവേദന സൃഷ്ടിക്കുന്ന തരൂരിനെ എന്ത് ചെയ്യണമെന്ന ആശയക്കുഴപ്പത്തിലാണ് നേതൃത്വം. വിട്ടുകളയാനും വയ്യ, എന്നാൽ മറ്റു പാർട്ടികളെ വാനോളം പുകഴ്ത്തുന്ന തരൂരിന്റെ നിലപാടിനൊപ്പം നിൽക്കാനും വയ്യ. അതിനാൽ തന്നെ തരൂർ വിഷയം വളരെ ഗൗരവമായി തന്നെയാണ് പാർട്ടി ചർച്ച ചെയ്യുന്നത്. എങ്ങനെയും തരൂരിനെ കൂടെ നിർത്താൻ തന്നെയാണ് പാർട്ടിയുടെ തീരുമാനം. അതിനായി കോൺഗ്രസ് പുതിയ പദ്ധതി തയ്യാറാക്കുന്നുവെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ട്. പുറത്തുവരുന്ന വിവരമനുസരിച്ച് പാർലമെന്റിൽ സുപ്രധാന പദവി തരൂരിന് നൽകിയേക്കും. രാഹുൽ ഗാന്ധിക്ക് തൊട്ടു താഴെയുള്ള പദവിയാണ് തരൂരിന് നൽകാൻ പാർട്ടി ആലോചിക്കുന്നത്. ഇക്കാര്യത്തിൽ ഇന്ന് ഏകദേശ ധാരണയുണ്ടായേക്കും. അസമിൽ കോൺഗ്രസിനെ ആര് നയിക്കണമെന്ന തീരുമാനം വരുന്നതോടെയാണ് ഇതിൽ വ്യക്തത വരിക. തിരഞ്ഞെടുപ്പിന് ഒരുങ്ങുന്നതിന്റെ ആദ്യപടിയായി തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ഓരോ സംസ്ഥാനത്തെയും നേതാക്കളെ കോൺഗ്രസ് ഹൈക്കമാൻഡ് ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട്. ഇന്ന് അസമിലെ കോൺഗ്രസ് നേതാക്കളുമായിട്ടാണ് ചർച്ച നടക്കുന്നത്. കൂടാതെ കേരളത്തിലെ നേതാക്കളെ ഹൈക്കമാൻഡ് ചർച്ചയ്ക്ക് വിളിച്ചിട്ടുമുണ്ട്. ഈ സാഹചര്യത്തിലാണ് ശശി തരൂരിന്റെ പുതിയ പദവിയും വാർത്തകളിൽ നിറയുന്നത്. ലോക്സഭയിൽ പ്രതിപക്ഷ ഉപനേതാവ് പദവി ശശി തരൂരിന് നൽകുന്ന കാര്യമാണ് ഹൈക്കമാൻഡ് ചർച്ച ചെയ്യുന്നതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയാണ്. ഇതിന് തൊട്ടു താഴെ വരുന്ന പദവിയാണ് പ്രതിപക്ഷ ഉപനേതാവ്. ഉയർന്ന പദവി ലഭിക്കുന്നതോടെ ശശി തരൂർ പാർട്ടിയിൽ കൂടുതൽ സജീവമാകുമെന്നാണ് നേതാക്കളുടെ അഭിപ്രായം. നിലവിൽ പ്രതിപക്ഷ ഉപനേതാവ് അസമിൽ നിന്നുള്ള ഗൗരവ് ഗൊഗോയാണ്. ഇദ്ദേഹത്തെ അസമിന്റെ PCC അധ്യക്ഷനാക്കണമെന്ന ആ സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇക്കാര്യത്തിൽ ഇന്ന് അസമിലെ നേതാക്കളുമായി ഹൈക്കമാൻഡ് നടത്തുന്ന ചർച്ചയിൽ അന്തിമ തീരുമാനമുണ്ടാകും. ഗൊഗോയ് PCC അധ്യക്ഷനായാൽ ലോക്സഭാ പ്രതിപക്ഷ ഉപനേതാവ് പദവി ഒഴിയും. അടുത്ത വർഷമാണ് അസമിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. BJPയുടെ ഹിമന്ത ബിശ്വ ശർമ്മയാണ് അസം മുഖ്യമന്ത്രി. ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ അസമിൽ BJP ശക്തമാണ്. ഒരു കാലത്ത് കോൺഗ്രസ് തുടർച്ചയായി ഭരിച്ചിരുന്ന അസമിൽ BJP ഭരണം തുടങ്ങിയിട്ട് ഏറെ കാലമായി. അതിനാൽ ഗൗരവ് ഗൊഗോയെ പോലുള്ള ശക്തനായ നേതാവിനെ തിരിച്ചു കൊണ്ടുവന്ന ഹിമന്ത ബിശ്വ ശർമ്മയ്ക്കെതിരെ പടയൊരുക്കണമെന്നാണ് സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കളുടെ ആവശ്യം. സുപ്രധാന പദവി ലഭിച്ചാൽ കൂടുതൽ തിളക്കമാർന്ന പ്രവർത്തനം നടത്താൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് ശശി തരൂറും. എന്നാൽ സംഘടനാ രംഗത്ത് ശശി തരൂറിന് കോൺഗ്രസ് ഇതുവരെ ഒരു പ്രധാന പദവിയും നൽകിയിട്ടില്ല. കഴിഞ്ഞ 4 തവണയും തിരുവനന്തപുരം മണ്ഡലത്തിൽ നിന്ന് ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട തരൂർ അടുത്തിടെ ഇടതുപക്ഷത്തെയും നരേന്ദ്രമോദി സർക്കാരിനെയും പുകഴ്ത്തി സംസാരിച്ചത് വിവാദമായിരുന്നു. എന്നാൽ ശശി തരൂർ കോൺഗ്രസിനെതിരായി നിലപാടെടുക്കുമെന്ന് ഒരിക്കലും കരുതുന്നില്ലെന്നാണ് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല മാധ്യമങ്ങളോട് പറഞ്ഞത്. ചില വിഷയങ്ങളാണ് ശശി തരൂർ ഉയർത്തിയതെന്നും അതിന്റെ പേരിൽ അദ്ദേഹവുമായി വഴക്കിടാൻ തങ്ങളാരും പോയിട്ടില്ലെന്നും VD സതീശനും പറഞ്ഞിരുന്നു. UDF യോഗത്തിനെത്തിയപ്പോഴാണ് ഇരു നേതാക്കളും ഇത്തരത്തിൽ പ്രതികരിച്ചത്. എന്തായാലും ശശി തരൂർ നൽകുന്ന സുപ്രധാന പദവി എന്തായിരിക്കുമെന്ന് വരും ദിവസങ്ങളിൽ തന്നെ നമുക്കറിയാം.